ഹലോ ഫ്രണ്ട്സ്, പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിൻ്റെ വിശേഷങ്ങൾ അറിയണ്ടേ? നമുക്ക് ആദ്യം തന്നെ ആനച്ചമയം കാണാം. ഇതാണ് പാറമേക്കാവ്. ഇവിടുത്തെ അഗ്രശാലയിലാണ് ആനച്ചമയം ഒരുക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. തൃശ്ശൂർ പൂരത്തിനുള്ള ആനകളെ അണിയിച്ചൊരുക്കുന്ന വസ്തുക്കളുടെ പ്രദർശനമാണ് ആനച്ചമയം എന്ന് പറയുന്നത്. വിവിധ വർണ്ണക്കുടകളും നെറ്റിപ്പട്ടങ്ങളും കച്ചകളും ആലവട്ടവും വെഞ്ചാമരങ്ങളും ഒക്കെ വളരെ വളരെ ഭംഗിയായി നിരനിരയായി വെച്ചിരിക്കുന്നു. വരി വരിയായി നിൽക്കുന്ന ഗജവീരന്മാരുടെ പുറത്തിരുന്ന് വെഞ്ചാമരയും വർണ്ണക്കുടകളും ഉയർത്തി കാണിക്കുന്ന കാഴ്ച അത്ഭുതകരമായ ഒന്ന് തന്നെയാണ്. അതോടൊപ്പം പഞ്ചവാദ്യത്തിൻ്റെ താളമേളങ്ങളും. ഒരു ജനസമുദ്രം തന്നെയാണ് ഈ മനോഹര കാഴ്ച കാണാൻ. ഈ ആനച്ചമയം കാണാൻ നല്ല തിരക്കാണ് കേട്ടോ. നീണ്ട ക്യൂ ആണ്. ഈ കാണുന്നതാണ് തിരുവമ്പാടി അമ്പലം. ഇനി നമുക്ക് അവിടുത്തെ കൗസ്തുഭ ഹാളിലേക്ക് പോകാം. ഇവിടെ എല്ലാ ദേവീദേവന്മാരുടെയും രൂപങ്ങൾ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ആനച്ചമയങ്ങളും വളരെ ഭംഗിയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. തിരുവമ്പാടിയും പാറമേക്കാവും തമ്മിൽ ഒരു മത്സരം തന്നെയാണ്. രണ്ടുപേരും വളരെ ഭംഗിയായി നിരനിരയായി അണിയിച്ചൊരുക്കി വെച്ചിരിക്കുന്നു. ഹായ്, എന്ത് രസമാണ് ഈ കുടകളൊക്കെ കാണാൻ. ഫ്രണ്ട്സ് നോക്കൂ, വളരെയധികം ഭംഗിയുണ്ട് കാണാൻ. തേക്കിൻകാട് മൈതാനത്തിൽ വടക്കുനാഥൻ ടെമ്പിളിൻ്റെ ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് കുടമാറ്റം നടക്കുന്നത്. ആ കാണുന്നതാണ് വടക്കുനാഥൻ ടെമ്പിൾ. ലോർഡ് ശിവയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഫ്രണ്ട്സ്, ഇവിടുത്തെ ഇലഞ്ഞിത്തറ മേളവും വളരെ വിശേഷമാണ് കേട്ടോ. ശക്തൻ തമ്പുരാൻ്റെ കാലത്താണ് ഈ പൂരത്തിൻ്റെ തുടക്കം. ഏഷ്യയിലെ ഏറ്റവും വലിയ പൂരമാണ് നമ്മുടെ ഈ തൃശ്ശൂർ പൂരം. അപ്പോൾ പൂരത്തിൻ്റെ വിശേഷങ്ങളും ആനച്ചമയവും കേട്ടല്ലോ, കണ്ടല്ലോ. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.